ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. തന്തൂരി ചിക്കൻ പോക്കറ്റ്സെന്നോ അല്ലെങ്കിൽ തന്തൂരി പീത പോക്കറ്റ്സെന്നോ പറയാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പീത പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള ഈസ്റ്റ് ഒന്ന് റെഡിയാക്കാൻ വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ, അതായത് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുള്ളത്, ഡ്രൈഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. അതുവരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് വേറൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഓയിൽ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. ഒലീവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയിട്ട്, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു അരക്കപ്പ് പാലുകൊണ്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ മൊത്തത്തിൽ പാലെടുത്തിട്ട് കുഴക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ട് കുഴക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. പക്ഷേ പാലും കൂടി ഉണ്ടാകുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു പോക്കറ്റ്സ് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മാവ് നോക്കി അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം എത്രത്തോളം നമ്മളിത് കുഴച്ച് നന്നാക്കി എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പോക്കറ്റ്സ്, അതായത് ഈ ബൺ പോക്കറ്റ് നല്ല സോഫ്റ്റായി നല്ല ബന്നായിട്ട് കിട്ടും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അങ്ങനെ ഓയിൽ ഞാൻ കയ്യിലെടുത്തിട്ട് ഒന്നങ്ങ് തടവിയിട്ട് മൊത്തത്തിൽ മാവിലും ആ ഒരു ബൗളിൻ്റെ സൈഡിലൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചുരുങ്ങിയതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. പിന്നെ തണുപ്പുള്ള ഏരിയയിൽ അതിൽ കൂടുതലായിട്ട് ടൈം എടുക്കും കേട്ടോ, ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് മാക്സിമം ഡബിളായിട്ട് പൊങ്ങി കിട്ടുന്നവരെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. അപ്പോൾ നമ്മുടെ മാവ് അവിടെ നിന്ന് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഏകദേശം 300-350 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകമില്ല, ക്യൂമിൻ സീഡ്, അതൊന്ന് ക്രഷ് ചെയ്തിട്ടോ പൊടിച്ചിട്ടോ ചേർക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ മുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/3 കപ്പ് അളവിൽ തൈര് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/3 to 1/2 കപ്പ് വരെ എടുക്കുക കേട്ടോ. പുളി കുറവുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഒരു 1 to 1.5 ടീസ്പൂൺ കസൂരിമെത്തിയില്ലേ, നമ്മുടെ ഉലുവയുടെ ഇല ഉണങ്ങിയത്, അപ്പോൾ അത് കയ്യിലിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് ഞെരിടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞെരിട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, എങ്കിൽ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ ഈ ഒരു ചിക്കനിലേക്കും കൂടി ഇറങ്ങുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ എല്ലാ സൈഡിലും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പിടിച്ച് കിട്ടണം. ഈ ഒരു സമയത്ത് ഉപ്പ് പുളിയൊക്കെ ചെക്ക് ചെയ്യട്ടെ. എന്നിട്ട് പുളി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1/2 മുറി ചെറുനാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലും മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഒട്ടും തന്നെ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാനിലേക്ക് 1 പീസ് അളവിൽ ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, ഏതാണ് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഓയിൽ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി ഫ്ലേവർ ബട്ടറും കൂടി വരുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർമൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അത്രയും പരിപാടിയുള്ളൂ കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിൽ നെയ്യിലും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ. അപ്പോൾ നന്നായിട്ട് ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റെഡിയാവും, ബോൺലെസ് ചിക്കൻ ആണല്ലോ. അപ്പോൾ ഞാനിനി മൊത്തത്തിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ എല്ലാം കൂടി ഒന്ന് സൈഡിലായിട്ട് മാറ്റിയിട്ട് മിഡിൽ ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതാ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ചെറിയൊരു ചിരട്ട പീസ് എടുത്തിട്ട് ഒന്ന് കണലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ചാർക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ, എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ കണലാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അറിയാമല്ലോ നല്ല പുക വരും, നല്ല ഒരു സ്മോക്കി ഫ്ലേവർ ചിക്കനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഹോള് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പുക മൊത്തത്തിൽ പുറത്ത് പോകും. ഞാനിപ്പോൾ ഒരു ഗ്രാമ്പൂവിൻ്റെ പീസ് വെച്ചിട്ട് അങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ. ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് സ്മോക്കി ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ നിന്ന് സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പോക്കറ്റ്സിന് പെട്ടെന്ന് തന്നെ ചുട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നേരെ ഡബിളായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് എല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ, ഓവർ ബലം കൊടുക്കാതെ കുഴച്ചെടുക്കണേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു മാവിനെ നേരെ ഇതാ ഞാൻ പകുതിയാക്കിയിട്ട് ഹാഫാക്കിയിട്ട് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പരത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തുകയാണെങ്കിൽ മൊത്തത്തിൽ വലിങ്ങനെ പരത്തിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാതെ നിങ്ങൾ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് നമുക്ക് ഇതുപോലെ ബോട്ടിൽ വെച്ച് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ പീസ് ആ ഒരു സമയം അടച്ച് വെക്കണേ, ഡ്രൈ ആയി പോവും മാവ്, അതുകൊണ്ട് തുറന്നിടാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല കനത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഓവർ വലുപ്പം കൂട്ടാതെ കട്ടിയിൽ പരത്തിയെടുക്കുക. കാരണം നമുക്കിത് ബൺ പോക്കറ്റ്സ് ആക്കി മാറ്റിയെടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ പരത്തിയിട്ടുണ്ട്. അതിൻ്റെ തിക്നെസ് കണ്ടില്ല, അത്യാവശ്യം നല്ല കട്ടിയായിട്ട് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നിക്ക് ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ബോട്ടിലിൻ്റെ അടപ്പൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഏതെങ്കിലും എടുത്തിട്ട് കുറച്ച് ഓവർ ചെറുതല്ലേ ഈ ഒരു വലുപ്പത്തിലുള്ള എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പീത പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പീത പോക്കറ്റ്സ് 4 ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ചുട്ടെടുക്കുന്ന സമയം ബാക്കിയുള്ളത് ചെയ്തെടുത്താൽ മതി കേട്ടോ. മുന്നേ പരത്തി വെക്കേണ്ട, അപ്പോൾ ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ പരത്തിയിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വേണം കേട്ടോ, എങ്കിൽ അത് കറക്റ്റ് കഴിക്കുമ്പോൾ എല്ലാ ഒരു ടേസ്റ്റും എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ഇതുപോലെ നമ്മൾ പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഉള്ളിൽ വേവാനുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും, ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, എണ്ണ കാര്യങ്ങളൊന്നും വേണ്ട. നോർമൽ തിരിച്ചും മറിച്ചും ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് നമ്മൾ കുബൂസൊക്കെ പോലെ കളർ ചെറിയ രീതിക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് പാനിൽ കോരിയെടുക്കാം. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇത്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൈഡ് നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാവും അത് എത്രത്തോളം വീർത്ത് വരുന്നുണ്ട് എന്നുള്ളത്. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചും മറിച്ച് ചുട്ടെടുക്കുക. നോർമൽ എല്ലാവരും വീട്ടിൽ കുബൂസൊക്കെ ചുട്ടെടുക്കാൻ അറിയുന്നവരായിരിക്കില്ലേ, അതേ രീതിയിൽ അങ്ങ് ചുട്ടെടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് റെഡിയാവും. ഉള്ളു വേവാതെ ടെൻഷൻ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ, സിമ്പിൾ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറംഭാഗം കണ്ടില്ലേ ചെറുതായിട്ട് കളർ മാറി മാറി വരുന്നില്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ തിരിച്ച് പാനിൽ കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ ഇതാ മിനി പോക്കറ്റ്സ് 4 റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മുടെ മിനി പോക്കറ്റ്സ് മൊത്തത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 കപ്പ് മൈദയിൽ ഇത്രയധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യാൻ പാടുള്ളൂ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്ങിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമ്മുടെ ചിക്കന് ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ ആയതിനു ശേഷം ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കേട്ടോ. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുത്താൽ മതി. പിന്നെ കുറച്ച് സവാളയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുംബറില്ലേ കക്കിരി, അതും കൂടി ചെറുതായിട്ട് അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ തക്കാളിയും അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നോർമൽ മയോണൈസ് തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവറിൽ മയോണൈസ് അടിച്ചെടുക്കാം, നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പിന്നെ മയോണൈസ് പ്ലസ് കെച്ചപ്പ് മിക്സ് ആക്കിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെയും വേണ്ടിക്ക് അങ്ങനെയും ചേർക്കട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. മയോണൈസ് കുറച്ചായിട്ട് ചേർക്കട്ടെ, ഒരുപാടായി പോവേണ്ട. മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കട്ടെ. പിന്നെ വെജീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. ക്യാരറ്റ് ക്യാപ്സിക്കൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഓരോ രീതിയിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യട്ടെ, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെത് ഇപ്പോൾ എല്ലാം പാകമാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും കൂടി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാനേ.
ഇനി നമുക്ക് പോക്കറ്റ്സ് കട്ട് ചെയ്ത് ഫില്ലിംഗ് ഒക്കെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പോക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നേരെ പകുതിയായിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ, കറക്റ്റ് മിഡിൽ നിന്ന്. എന്നിട്ട് കത്തി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് തള്ളിക്കൊടുത്തതിന് ഉള്ളിലുള്ള ആ ഗ്യാപ്പായിട്ട് അങ്ങ് കിട്ടിക്കോളും കേട്ടോ. കാരണം നന്നായിട്ട് നമ്മൾ ബണ്ണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്തായാലും കിട്ടും കേട്ടോ, പോക്കറ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കിയാൽ ശരിക്കും ബണ്ണിൻ്റെ ആ ഒരു സ്പോഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നില്ല ഉൾഭാഗമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാവൊക്കെ റെഡിയാക്കി കുഴച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പോക്കറ്റ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് വിചാരിക്കുക ഉള്ളെന്താ വെന്തിട്ടില്ലേ എന്നുള്ള സംശയം വരും. അതുകൊണ്ടാണ് പ്രത്യേകം അത് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ഉള്ളിലേക്ക് കുറച്ച് മയോണൈസോ കെച്ചപ്പോ എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം ഫില്ലിങ് വെക്കാൻ പറ്റുമോ അത്രയും വെക്കുക കേട്ടോ. നല്ല ഉള്ളിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, ഫില്ലിങ് എത്രയും നിറയും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ അവർ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്, ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ ആവുമല്ലോ. പിന്നെ നമുക്ക് കുറച്ച് കുക്കുംബറും സവാളയും ക്യാബേജ് അങ്ങനെയൊക്കെ മുകളിൽ വെക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ടേസ്റ്റുള്ള പോലെ ചെയ്യട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചിക്കൻ പിത പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വന്നിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചാലും കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്